മച്ചന്മാരൊരു കിഡിലൻ ഓഫർ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ നമ്മുടെ ചങ്ങാതിമാർക്ക് ഒരു കിഡിലൻ ഓഫർ. 99 രൂപയ്ക്ക് 1 കിലോ നോട്ട് ബുക്ക്. ഇനി തീർന്നില്ല കേട്ടാ, 500 രൂപയ്ക്ക് കിഡിലൻ ഓഫർ കേട്ടോ. 1 2 20 നോട്ട് ബുക്ക്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ 15% ഡിസ്കൗണ്ടാ. തീർന്നില്ല കേട്ടോ, ഓഫറുകളുടെ പിന്നാലെ വരുന്നുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ പെൻസിൽ ബോക്സിന്റെ വില കേട്ടാ ഞെട്ടിപ്പോട്ടോ. 5 രൂപ മുതൽ മഴ കുട. അപ്പൊ കുടയുടെ കാര്യം പറഞ്ഞാൽ പറയേ വേണ്ട, ഒന്നെടുത്താൽ അതാ ഒന്ന് ഫ്രീ. വിവിധ നിറത്തിലും ഗുണമേന്മയുള്ള 5000-ലധികം സ്കൂൾ ബാഗുകൾ. അതിന്റെ വില കേട്ടാ ഞെട്ടിപ്പോവും. 50 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും. കഴിഞ്ഞില്ല വച്ചാമാരെ, വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾ, അതും വിലക്കുറവില്. ടിഫിൻ ബോക്സുകളുടെ കാര്യം പറയേ വേണ്ട കേട്ടോ, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ടേ വിലയൊന്നും അധികം വേണ്ട കേട്ടോ, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. 1500 രൂപയുടെ ഓരോ പർച്ചേസിനും സ്മാർട്ട് വാച്ചുകൾ ഫ്രീ ആണത്രേ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം സെറ ബാഗ്സ് ആണ്. അപ്പൊ സ്റ്റോക്ക് തീരും വരെയാണ്, വേഗം സ്റ്റോക്ക് തീരും, അതുകൊണ്ട് വെച്ച് പിടിച്ചോ. ലാഭം എന്ന് പറഞ്ഞാൽ കിടിലൻ ലാഭമാണ് കേട്ടോ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനം അതുകൊണ്ട് ശ്രീലങ്കൻ സർക്കാർ സഹായം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സേനയെ ശ്രീലങ്കയിലേക്ക് വിടുകയും അവിടെ ശ്രീലങ്കൻ ഈ തീവ്രവാദ പ്രവർത്തനം എതിര് നിന്നു എന്ന കാരണത്തിലാണ് 1991 ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് പെരുമ്പത്തൂരിൽ വെച്ച് തനു എന്ന് നമ്മളൊക്കെ വിളിക്കപ്പെടുന്ന ഒരു LTT തീവ്രവാദി ചാവേറായി വന്ന ബെൽറ്റ് ബോംബുമായി വന്ന് അദ്ദേഹത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കിയത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് അനുസ്മരണ പ്രസംഗം നടത്തി. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആധുനിക ഇന്ത്യയുടെ ശില്പി. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ സർവീസുകളാണെങ്കിലും ഇതൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് പുതിയ തലമുറ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടരാവുന്ന ആ ഒരു പ്രായമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് തമിഴ് പുലികളാൽ വധിക്കപ്പെട്ടത്. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ്, ജയൻ മംഗലം, അഡ്വക്കേറ്റ് TS മായാദാസ്, KK അബൂബക്കർ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, സന്ധ്യ കൊടക്കാടത്ത്, ബുഷറ റഷീദ്, കമലം ശ്രീനിവാസൻ, സൈറ ബാനു, അഡ്വക്കേറ്റ് ഗംഗ ജയദീപ്, ബിജു കൃഷ്ണൻ, ജോണി ചിറ്റിലപ്പള്ളി, ഫിലിപ്പ് ജേക്കബ്, അഷ്റഫ് കരുമത്ര, മഹേഷ് കുമരനെല്ലൂർ, ശശിധരൻ മാസ്റ്റർ, KV സുബ്രഹ്മണ്യൻ, MJ മെയ്സൺ, ടോമി പുല്ലാനിക്കാട്, PP സജീവ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ നടന്ന രാജീവ് ഗാന്ധി അനുസ്മരണം ചന്ദ്രപ്രകാശ് ഇടബന, പ്രേംസി ടീച്ചർ, ചന്ദ്രൻ, മാത്യൂസ്, ജോസഫ്, ദേവസി ചുങ്കത്ത്, ജീസൻ ചുങ്കത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്മരണാഞ്ജലികൾ നടത്തി പുഷ്പാർച്ചന ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.